ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എത്തിക്സ് കമ്മിറ്റിക്ക് അതിന് ചെയ്യാൻ അധികാരമുണ്ടോ? കമ്മിറ്റിക്ക് തീർച്ചയായിട്ടും അധികാരമുണ്ടെന്ന് മാത്രമല്ല 2005 കോടതിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചോദിക്കുന്ന വിഷയത്തിന് ക്യാഷ് ഫോർ ക്വസ്റ്റ്യൻ സ്കാമിൽ രാജ്യസഭാംഗമായിരുന്ന ഡോക്ടർ ലോധയെ എക്സ്പെൽ ചെയ്ത് രാജ്യസഭയുടെ എത്തിക്സ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് എത്തിക്സ് കമ്മിറ്റി തീരുമാനം എടുത്തിട്ടാണ്. പക്ഷേ ഇവിടെ ഇനിയിപ്പോ സഭയുടെ കാലാവധി അവസാനിക്കുകയാണ്. നീതിയുക്തമായിട്ടുള്ള ഒരു നടപടിക്രമത്തിന് ശേഷം അദ്ദേഹത്തിനെ എക്സ്പെൽ ചെയ്തൊന്നും നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമല്ല. പക്ഷേ സുപ്രീം കോടതി രാജാറാംപാൽ കേസിൽ പറഞ്ഞതനുസരിച്ച് അതിന് പൂർണ്ണമായിട്ടും അതിനുള്ള അധികാരമുണ്ട്. ഈ മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് വിക്ടിം, റേപ്പ് വിക്ടിം എന്ന് പറയുന്നത് CRPCയുടെ സെക്ഷൻ 164A പിന്നെ BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 184 വ്യക്തമാക്കുന്നതാണ്. അത് ഇറ്റ് ഈസ് പ്രപ്പോസ് ടു ഗെറ്റ് ദ വിക്ടിം എക്സാമിൻഡ്. അത് എക്സെപ്ഷണലി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല. അതുകൊണ്ട് തന്നെ മെഡിക്കൽ എക്സാമിനേഷന്റെ ആബ്സൻസിലും കുറ്റാരോപിതനെ ശിക്ഷിക്കാൻ കഴിയും. ഉഭയകക്ഷി സമ്മതത്തോടുകൂടിയാണ് ഈ ബന്ധം ഉണ്ടായത് എന്ന് പറയുമ്പോൾ തന്നെയും ഈ കൺസെന്റിനെ നിയമം പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. പല ഡയമെൻഷൻസ് ഉണ്ട് ഈ കൺസെന്റിന്. ആ കൺസെന്റ് വോളണ്ടറി ആയിട്ട് ഇൻഫോംഡ് ആയിട്ടുള്ള കൺസെന്റ് ആണെങ്കിൽ മാത്രമേ അത് കൺസെന്റ്, അതായത് സ്വന്തം ശരീരത്തിൽ സ്പർശിക്കാൻ മറ്റൊരാൾക്ക് അനുമതി കൊടുക്കുക അല്ലെങ്കിൽ ആ സ്പർശനത്തിന്റെ ആ പ്രക്രിയയുടെ ഭാഗമാകുക എന്ന അനുമതി ഏത് തരത്തിലാണ് നിലനിൽക്കുന്നത് എന്നൊക്കെ തന്നെ നിയമം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഉഭയകക്ഷി പ്രകാരമായിട്ടുള്ള ഒരു ഇപ്പൊ തന്നെ ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ് എന്ന് പറയുന്ന വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞൊരു വ്യക്തിയുമായിട്ട് ചെങ്ങാത്തത്തിൽ ഏർപ്പെടുക, അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ ഇടപഴകുക, പിന്നീട് വിവാഹം കഴിക്കാതെ അത് ആ ഒരു പ്രോമിസിൽ നിന്നും പിൻവാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൽ നിലനിൽക്കുമോ? അപ്പോ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണെങ്കിലും നിയമം അതിന് വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഒരു ജാമ്യാപേക്ഷയുടെ പരിഗണനാ വേളയിൽ കോടതി നടത്തുന്ന നിരീക്ഷണങ്ങൾ ജാമ്യ ഹർജി തീർപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് മാത്രമാണ്. പൊതുവെ ആരെങ്കിലും ഒരു ലൈംഗിക പീഡന കേസ് ഉയർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു പരാതിക്കാരി, അത് വിവാദമാകുമ്പോൾ പ്രശസ്തരാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ വ്യാപകമായിട്ട് ആ വ്യക്തിക്കെതിരെ ഒരു ഒപ്പീനിയൻ മൊബിലൈസേഷൻ ഉള്ള ഒരു ശ്രമം ഉണ്ടാകും. പലപ്പോഴും ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള പരാതികൾ ഉയർന്നു വരികയും ചെയ്യും. പക്ഷെ ഓരോ കേസിനെയും അതിന്റെ വസ്തുതകളുടെ വെളിച്ചത്തിലാണ് നാം വിലയിരുത്തേണ്ടത്. ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ആദ്യത്തെ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ശ്രീ രാഹുലുമായിട്ട് ബന്ധപ്പെട്ട് നിന്നെ കൊല്ലാനാണെങ്കിൽ എനിക്കത് വളരെ ലളിതമായിട്ട് കഴിയില്ലേ, ഈസി ആയിട്ട് കഴിയില്ലേ എന്ന തരത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഓഡിയോ പുറത്തു വരികയുണ്ടായി. അത് ശ്രീ രാഹുൽ നിഷേധിക്കുമോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഒരു വ്യക്തിയെ കൊല്ലുന്നത് വളരെ നിസ്സാരമാണ് എന്നൊരു വ്യക്തി പറയുന്നുണ്ടെങ്കിൽ എത്രത്തോളം വിചാരണയിൽ നമുക്ക് ഈ ഓഡിയോയുടെ ഒക്കെ സത്യസന്ധത വിലയിരുത്താൻ സാങ്കേതികമായിട്ട് കഴിയേണ്ടതായിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരു വ്യക്തി നിന്നെ കൊല്ലാൻ ഈസിയായിട്ട് എനിക്ക് കഴിയില്ലേ എന്ന് പറഞ്ഞ് അത്തരത്തിലൊരു ഭീഷണി മുഴക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കൂസലില്ലായ്മ, ഒരു ജനപ്രതിനിധിയായിട്ടുള്ള വ്യക്തി ഇത്ര ഒട്ടും കൂസലില്ലാതെ താൻ ചെയ്ത കൃത്യത്തെ ന്യായീകരിക്കുന്നു എന്ന് മാത്രമല്ല പരാതിക്കാരിക്കെതിരെ ഭീഷണി ഉയർത്തുക എന്ന് പറയുന്നതൊക്കെ വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്.